നമസ്കാരം. ബിസിനസ് പ്ലസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാം പിണറായി സർക്കാർ 4ാം വർഷത്തിലേക്ക് വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടം. ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ടത് കേരള സമ്പദ് തന്നെ. ഈ വെല്ലുവിളി കാലഘട്ടത്തിലും കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ, കേരളത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചത് നമ്മുടെ പ്രിയങ്കരനായ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ. ശ്രീ ബാലഗോപാലുമായിട്ടുള്ള അഭിമുഖം. 4 വർഷം ഈ ഗവൺമെൻറ് പൂർത്തീകരിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ് എന്നുള്ള സന്തോഷമുണ്ട്. അങ്ങനെ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഒരു ഗവൺമെൻറ് എല്ലാ മേഖലയിലും, അത് സാധാരണ കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ ഏറ്റവും പ്രായമുള്ളവരുടെ പരിഗണന വരെ, തൊഴിലുൾപ്പെടെ, സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ, ചികിത്സ ഉൾപ്പെടെ, ക്രമസമാധാനം ഉൾപ്പെടെ വലിയ തോതിലുള്ള മുന്നോട്ട് പോക്കിന് കേരളത്തിന് കഴിഞ്ഞു. വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ, നാഷണൽ ഹൈവേയുടെ വികസനം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവിയിൽ ആളുകൾ എടുത്തു കാണിക്കുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടായൊരു ഘട്ടമാണ്. 9ാമത്തെ വർഷമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ രണ്ട് സർക്കാരുകൾ, 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും. പക്ഷേ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് നടക്കേണ്ടി വന്നതും 1ാം സർക്കാരിൻ്റെ മുന്നോട്ട് വെച്ചിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള പരിപാടികൾക്ക് പൂർണ്ണ രൂപം കൊടുക്കേണ്ടി വന്നതും ഈ ഗവൺമെൻറ് കാലത്താണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിനാൻസ് ആണെന്നുള്ളത് തർക്കമില്ലല്ലോ. കാരണം ഇന്ധനം ഫിനാൻസാണ്. ഇന്ധനം തീർന്നാൽ ഒരു ഭാഗവും നമുക്ക് ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ധനകാര്യ വകുപ്പിന് കഴിഞ്ഞു. ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ നിന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം 1956 മുതലുള്ള കേരളത്തിലെ ഗവൺമെൻറ്റുകളെ എടുത്താൽ, ഒന്നാമത്തെ EMS മന്ത്രിസഭ 57 വന്നതുൾപ്പെടെ എല്ലാ കാലത്തും ഉണ്ടായതിനേക്കാളും ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് വന്നു. അതിൻ്റെ അടിസ്ഥാന കാരണം ആദ്യമായിട്ട് GST സമ്പ്രദായം നടപ്പിലാക്കിയതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് വന്നത് ഇപ്പോഴാണ്. അതിനു മുമ്പ് വരെയുള്ള ഗവൺമെൻറ്റുകൾക്ക് GST സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ടാക്സ് നമുക്ക് കളക്ട് ചെയ്യുമായിരുന്നു, ഈ സെയിൽ ടാക്സും വാറ്റും. എന്നാൽ 2017 GST വന്നു. 2017 മുതൽ 5 വർഷക്കാലം ആ GST വന്നെങ്കിലും അതിലുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ ഒരു GST കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ശരാശരി 12,000 കോടി രൂപ ഒരു വർഷം കിട്ടുമായിരുന്നു. 2021 ഈ ഗവൺമെൻറ് വന്നത്. 2022 ജൂൺ ജൂലൈയോടുകൂടി ആ കിട്ടുന്ന ഫണ്ടും അല്ലെങ്കിൽ ആ കോമ്പൻസേഷൻ തീർന്നു. അതുകൂടെ വന്നപ്പോഴത്തേക്ക് കൂടുതൽ രൂക്ഷമായി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 70 വർഷമായി, 19, 55, 60 വർഷമായി നമ്മളുണ്ടായിരുന്ന എല്ലാ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും സ്റ്റെബിലിറ്റിയും ബാധിക്കുന്ന തീരുമാനങ്ങളും കൂടി വന്ന കേന്ദ്ര ഗവൺമെൻറ് നയം വന്നു. അതിനൊപ്പമാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാനം കൊടുക്കുന്ന ഡിവിസീവ് പൂളിൽ നേരെ പകുതിയായി കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നതിനെ വെട്ടിക്കുറച്ചു. കിഫ്ബി തുടങ്ങിയ സ്ഥാപനങ്ങൾ നമ്മൾ രൂപീകരിച്ചു തന്നു. കിഫ്ബിയുടെ പ്രത്യേകത, ഒരു ലോങ് ടൈമിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കുറച്ച് പണം സ്വരൂപിക്കും, കടമായിട്ടെടുക്കും. 10, 15, 20 വർഷം കൊണ്ട് അത് കൊടുത്തു തീർക്കും. നമ്മളൊക്കെ ഹൗസൊക്കെ ബിൽഡിങ്ങിന് പണം എടുക്കുന്ന പോലെ അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു തീർക്കാൻ പറ്റും കിഫ്ബിക്ക്. അതായിരുന്നു മോഡൽ. പക്ഷേ ഈ എടുത്ത പണം മുഴുവനും അതത് വർഷത്തെ കടമായിട്ട് കരുതണമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് മുമ്പത്തെ 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് എടുത്ത കടം മുഴുവൻ, അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ബോറോയിങ് മുഴുവൻ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മുടെ ആനുവൽ ബോറോയിങ് സ്പേസിൽ നിന്ന് വെട്ടിക്കുറച്ചു. അപ്പോൾ GST വന്നതോടുകൂടി സെയിൽ ടാക്സിൽ വന്ന കുറവ്, കോമ്പൻസേഷൻ നിന്നു. സെൻട്രൽ പൂളിൽ നിന്ന് നമുക്ക് വന്നുകൊണ്ടിരുന്ന ടാക്സിൻ്റെ ഡിവിഷനിൽ നേരെ പകുതിയായി കുറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നേരെ പകുതിയായി കുറഞ്ഞു. വലിയ തുകയാണ്, 10-20,000 കോടിയുടെയൊക്കെ കുറവാണ് അത് വന്നത്. ബോറോയിങ്ങിൻ്റെ കാര്യത്തിൽ പെർസെൻറ്റേജ് വെട്ടിക്കുറച്ചു. ഇങ്ങനെ പലവിധ കാര്യങ്ങൾ വന്ന ഒരു ഘട്ടമായിരുന്നു ഈ ഗവൺമെൻറ് ഘട്ടം. അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു, പണ്ഡിതന്മാർ, ടാക്സ് പണ്ഡിതന്മാർ, ഫൈനാൻഷ്യൽ പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഗവൺമെൻറ് വലിയ ബാധ്യതകൾ ഏറ്റെടുത്തു. കാരണം കിഫ്ബി വന്നതിന് ശേഷം വളരെ വലിയ പ്രൊജക്റ്റുകൾ എടുത്തു. മാത്രമല്ല വളരെ ലക്ഷ്യം കാണുന്ന തരത്തിലേക്കുള്ള ദീർഘകാല പ്രൊജക്റ്റുകൾ പലതെടുത്തു. ഇതൊക്കെ നിന്നുപോകും. സാമൂഹ്യക്ഷേമ പെൻഷനാണെങ്കിൽ 1,600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ശമ്പള പരിഷ്കരണം കൊടുത്തു. ഇതെല്ലാം ഉള്ളതോട് നിന്നു പോകുമെന്ന് കരുതിയൊരു ഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമായിരുന്നു. പക്ഷേ അതിനെ നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇനിയും കിട്ടാനുള്ള, ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് ശരാശരി ഒരു വർഷം 50,000 കോടി രൂപയ്ക്ക് അധികം കിട്ടാനുണ്ട് ഒരു വർഷം. എന്ന് വെച്ചാൽ 5 വർഷമാകുമ്പോൾ 2.5 ലക്ഷം കോടി രൂപ നമുക്ക് കിട്ടാനുള്ളത് നഷ്ടപ്പെട്ടു. അത് കേരളത്തിലെ ഓരോ പൗരനും ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതാണ്. അത് കിട്ടിയേ കഴിയൂ എന്നുള്ളത് വേറൊരു പ്രശ്നം. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് നിന്നുപോയി, ആകെ കടമായി, പ്രശ്നമായി, ഇത് പൂട്ടിക്കെട്ടി എന്ന് പറയുന്ന അവസ്ഥയുണ്ടാക്കാതെ കൊണ്ടുപോയതിനകത്ത് വളരെ സന്തോഷമുണ്ട്. അതിന് നമ്മൾ തനതായിട്ട് നമ്മുടെ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടാണ്, ജനങ്ങളുടെ എല്ലാ സഹകരണത്തോടു കൂടി ചെയ്തിട്ടാണ്. അതിന് നമ്മുടെ മന്ത്രിസഭയ്ക്ക്, നമ്മുടെ ഗവൺമെൻറ്റിന്, സംസ്ഥാനത്തിനാകെ അഭിമാനിക്കാൻ കഴിയും. ഇത്
ഈ നേരത്തെ ഉണ്ടായിരുന്ന പോലെ സർക്കാർ ജീവനക്കാരുടെ പിന്നെ PS റിക്രൂട്ട്മെൻറ്റും പൊതുസമ്പ്രദായവും പൊതുവിതരണ സമ്പ്രദായവും സ്കൂളും ആശുപത്രിയും ഒക്കെ നിലനിർത്തി പുതിയ കാര്യങ്ങൾ ചെയ്തൊരു കാലഘട്ടമാണ്. ഇത്രയേറെ നേട്ടങ്ങളും വികസനവും കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടുമില്ല. ധനമന്ത്രിമാരിൽ ഏറ്റവും വെല്ലുവിളി നേരിട്ടത് അങ്ങ് തന്നെയാണ്. പക്ഷേ GST കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ 5 വർഷത്തേക്കെന്ന് നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോയത്. അതേപ്പറ്റി അത് GST സമ്പ്രദായം നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ തന്നെ അന്ന് സന്ദർഭവശാൽ രാജ്യസഭാംഗമായിരുന്നു, ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഇത് സംബന്ധിച്ചുള്ള സെലക്ട് കമ്മിറ്റി അംഗമായിരുന്നു. അന്നേ ഞങ്ങൾ ഇതിന് ഒബ്ജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ GST സമ്പ്രദായം ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ, പ്രത്യേകിച്ചും ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ, സാമ്പത്തിക ധന ഫെഡറലിസത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതാണ്. കാരണം സംസ്ഥാനങ്ങൾക്ക് ഒന്നും ഇപ്പം നിശ്ചയിക്കാൻ പറ്റില്ല. ആകെ പെട്രോളും ഡീസലും മദ്യത്തിനും മാത്രമേ നികുതി നിശ്ചയിക്കാൻ പറ്റും. ബാക്കി മുഴുവനും കേന്ദ്ര കൗൺസിലാണ് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് മുൻകൈ. അന്ന് ഞാൻ ഡിസൻറ്റ് കൊടുത്തിരുന്ന ഒരാളാണ്. ഞാനത് പറഞ്ഞിരുന്ന കാര്യം ഫലത്തിൽ നേരിട്ട് അനുഭവിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഞാനെന്നാ ഡിസൻറ്റ് നോട്ടിൽ പറഞ്ഞു, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ദ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ടു കം ടു ദി സെൻറ്റർ വിത്ത് ബെഗിങ് ബൗൾസ് എന്നന്ന് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് ഇത് പറ്റില്ല എന്നുള്ള ഡിസൻറ്റ് പറഞ്ഞിരുന്നതാണ്. വാസ്തവത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അർഹമായ വരുമാനം കിട്ടാത്തതിൻ്റെ പേരിൽ സ്ഥിരമായി കേന്ദ്രവുമായിട്ട് പലപ്പോഴും വാദിക്കേണ്ടി വരുന്നു, ലഭിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരുന്നു, കോടതി വരെ പോകേണ്ടി വരുന്നു. ഇന്നത്തെ വാർത്തയും ഞാൻ കേട്ടു, തമിഴ്നാട് സുപ്രീം കോടതി പോയിരിക്കുന്നു. കേരളം നേരത്തെ തന്നെ പോയതാണ് ഈ ധനകാര്യ അവകാശങ്ങളെപ്പറ്റി പറഞ്ഞു. തമിഴ്നാട് പോയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതൊന്നും മുമ്പില്ലാത്തതാണ്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ, സംതൃപ്തമായ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം അവർക്ക് ചിലവാക്കാനുള്ള അവകാശമോ അല്ലെങ്കിൽ വരുമാനം കളക്ട് ചെയ്യാനുള്ള അവകാശം വേണ്ടേ. ഇതെല്ലാം കൂടി പൂൾ ചെയ്ത് പോവുക, തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ല. ഈ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് GST കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ 5 വർഷക്കാലം എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അന്നും നമ്മൾ പറഞ്ഞിരുന്നു അതങ്ങനെ ക്ലോസ് ചെയ്യരുത് എന്ന്. മാത്രമല്ല, ഞാൻ ചുമതല ഏറ്റെടുത്ത സമയത്തായാലും അതിനു മുമ്പായാലും നമ്മൾ ഈ കോമ്പൻസേഷൻ പീരീഡ് നീട്ടണം. കാരണം നമുക്ക് നേരത്തെ സെയിൽ ടാക്സ് വാറ്റ് റെജിമിൻ്റെ കാലത്ത് ഒരു വർഷത്തെ ടാക്സ് ഓരോ വർഷവും അടുത്ത വർഷം വരുമ്പോൾ 14% വീതം വർദ്ധിക്കുമായിരുന്നു. 14% വീതം വർധന അഷ്വർ ചെയ്യണം, അല്ലെങ്കിൽ ആ തരത്തിൽ GST സമ്പ്രദായം നടപ്പിലാക്കണം. അപ്പോൾ അവർ പറഞ്ഞാൽ അതങ്ങനെ ആയിക്കോളും, പക്ഷേ ആദ്യ വർഷങ്ങളിൽ ഇനിഷ്യലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് കോമ്പൻസേഷൻ തരാം. പക്ഷേ ഫലത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എല്ലാത്തിലും കയറി ഇടപെട്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് വരുന്നതുകൊണ്ട് അതിന് വരുമാനം കുറയും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കോമ്പൻസേഷൻ നീട്ടണം. ആദ്യം തൊട്ട് പറയുന്നതാണ്, കേന്ദ്ര ഗവൺമെൻറ് ആ കൗൺസിലും കേന്ദ്ര ഗവൺമെൻറ്റുമാണ് തീരുമാനിക്കേണ്ടത്, തീർത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്ന സ്റ്റാൻഡാണ്, ഒരു പുതിയ കാര്യമൊന്നുമില്ല. നിയമം ഏകപക്ഷീയമായിട്ടൊന്ന് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഭൂരിപക്ഷത്തിലാണ് തീരുമാനിക്കുന്നത്. നിയമം കൊണ്ട് പാസ്സാക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞ ഫാക്റ്റ് അല്ലാതാവുന്നില്ല. അസംതൃപ്തമാവുന്ന തരത്തിലേക്ക് സംസ്ഥാനങ്ങളെ വിടാൻ പാടില്ല. കാരണം ന്യായമായ ഒരു കാര്യം കൊടുക്കുമ്പം അസംതൃപ്തി ഉണ്ടായിട്ട് കാര്യമില്ല. ന്യായമല്ലാതെ കാര്യം ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാകുമ്പോൾ അസംതൃപ്തി ഉണ്ടാവും. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ന്യായമായ ഒരു കാര്യം കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗ് ഞാൻ മാത്രമല്ല എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള കാര്യം.